കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്ന് 2025 ജൂലൈ മാസം 1-ാം തീയതി ചൊവ്വാഴ്ച. ഒരു പുതിയ ദിവസത്തിന്റെ പുലർകാലത്തിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രികാലം നാം സുഖകരമായിട്ട് ഉറങ്ങി. നല്ല പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം ദൈവത്തിന്റെ വചനം ധ്യാനിക്കാം. ഇന്നത്തെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം സങ്കേതമായ ദൈവം എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ചിന്താവിഷയം? സങ്കേതമായ ദൈവം. ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം അതിന്റെ 41-ാം അധ്യായം 10-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. വളരെ സുപ്രധാനമായ ഒരു വേദഭാഗമാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും. നമുക്കറിയാം, മനുഷ്യൻ എന്നും ഭയമുള്ളവനാണ്. മനുഷ്യന് ഭയമുണ്ടാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും ലോകത്തിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നാം യുദ്ധത്തിന്റെ വാർത്തകളാണല്ലോ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. മനുഷ്യൻ ഭയവിഹുലനായി യുദ്ധത്തിന്റെ ഭീകരതയിൽ നാടും വീടും വിട്ട് പരക്കം പായുന്ന അവസ്ഥ. പ്രാണഭയത്താൽ ബങ്കറുകളിൽ ഒളിക്കുന്ന ജനം. അങ്ങനെ ഭയത്തിന്റെ അനുഭവത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. ഇത് മാത്രമല്ല മനുഷ്യന് ഭയം ജനിപ്പിക്കുന്നത്, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ആസാഫ് എന്ന് പറയുന്ന സങ്കീർത്തനക്കാരൻ തന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ചിന്താക്കുഴപ്പത്തിലായി. കാരണം അദ്ദേഹം ലോകത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ആശ്വസിക്കുവാൻ വകയൊന്നും കാണുന്നില്ല. കാരണം ദുഷ്ടന്മാർ സൗഖ്യത്തോടെ ഇരിക്കുന്നതും താൻ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നതുമായ കാഴ്ചയാണ് ആസാഫ് കാണുന്നത്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ ആസാഫിന്റെ ഭയവും ജീവിതത്തിലെ നിരാശയുമൊക്കെ മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ചിന്തകനും സാഹിത്യകാരനുമായ ഹെൻറി ടെയ്ലറിനെ കുറിച്ച് നാം കേട്ട് കാണും. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയത് കൽക്കരി ഖനിയിൽ വെച്ചാണ്. വളരെ പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയത് കൽക്കരി ഖനിയിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ദക്ഷിണ ഓഹിയോയിലെ ഒരു കൽക്കരി ഖനിയുടെ ഉടമസ്ഥനായിരുന്നു. തനിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ പിതാവിനോടൊപ്പം അദ്ദേഹം ഈ കൽക്കരി ഖനിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തനിക്ക് ഈ കൽക്കരി ഖനിയുടെ ആഴത്തിലേക്ക് ഇറങ്ങണമെന്ന് ഹെൻറിക്ക് വളരെ ആഗ്രഹമുണ്ടായി. പിതാവ് അത് ദുർഘടം പിടിച്ചൊരു യാത്രയാണെങ്കിൽ പിതാവ് അവസാനം സമ്മതിച്ചു. അങ്ങനെ ഒരു ചങ്ങലയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു പെട്ടിയിലാണ് അവർ താഴേക്ക് യാത്ര തിരിച്ചത്. താഴേക്ക് പോകും തോറും വെളിച്ചം കുറഞ്ഞു വന്നു. വീണ്ടും താഴേക്ക് ചെന്നപ്പോൾ ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞു. പേടിച്ചരണ്ട ഹെൻറി നിലവിളിച്ചുകൊണ്ട് തന്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഡോണ്ട് ബി വറീഡ് മൈ സൺ, ഐ ആം വിത്ത് യു. ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? പ്രിയമുള്ളവരെ, പിന്നീട് ആ പിതാവ് തന്റെ മകനോട് പറഞ്ഞു, ഈ ലോകത്തിലെ ക്ലേശങ്ങളിൽ നാം ഭയപ്പെടുമ്പോൾ നീ സ്വർഗത്തിലെ ദൈവത്തെ മുറുകെ പിടിക്കണം. അതുകൊണ്ടാണ് പിന്നീട് ഹെൻറി പറഞ്ഞത്, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയത് കൽക്കരി ഖനിയിൽ വെച്ചാണെന്ന്. ഒരിക്കൽ ഒരു നല്ല മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തു പോകുമ്പോൾ തീവണ്ടി എഞ്ചിനോട് ചേർന്നുള്ള കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തിരുന്നത്. ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ മിക്കവാറും എല്ലാ യാത്രക്കാരും പുറത്തിറങ്ങി. കാരണം ഇനി ഒരു സ്റ്റോപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ മനുഷ്യൻ ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 12 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി മാത്രമേ ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഈ കൊച്ചുകുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇറങ്ങാനൊരു പ്രയാസം. അദ്ദേഹം ചോദിച്ചു, മോനെ നിനക്ക് പേടിയൊന്നുമില്ലേ? ഒറ്റയ്ക്കാണല്ലോ. പൈതൽ പറഞ്ഞു, എനിക്ക് ഭയമൊന്നുമില്ല. വീണ്ടും അദ്ദേഹം ചോദിച്ചു, നിനക്ക് അടുത്ത കമ്പാർട്ട്മെന്റിൽ ധാരാളം ആളുകളുണ്ട്, നിനക്ക് അവിടെ പോയി ഇരുന്നാൽ ഭയം കൂടാതെ യാത്ര ചെയ്യാം.
അപ്പോഴും അവൻ പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഇപ്പൊ മകനോട് ചോദിച്ചു, മോനെ നീ എന്തുകൊണ്ടാണ് നിനക്ക് പേടിയൊന്നുമില്ല എന്ന് ഞാൻ പറയാൻ കാരണം? അപ്പോൾ ആ ബാലൻ പറഞ്ഞു, ഈ തീവണ്ടി ഓടിക്കുന്നത് എൻ്റെ പിതാവാണ്. അടുത്ത സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എൻ്റെ പിതാവ് എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകും. പ്രിയമുള്ളവരെ, വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് ഈ യഹോവയെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കുള്ള വലിയ അനുഗ്രഹമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള ശക്തമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വചനം പറയുകയാണ്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിത യാത്രയിൽ നാം തളർന്നു പോകുന്നു എന്ന് തോന്നിക്കുന്ന അവസരങ്ങളിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. എൻ്റെ ദൈവം എന്നും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എല്ലാത്തിനും എനിക്ക് മതിയായവനായ കർത്താവാണ്. അവിടുത്തെ ശാശ്വത ഭുജങ്ങളിൽ അവിടെ തന്നെ വഹിക്കും. ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ദൈവം നമ്മെ ബലപ്പെടുത്തും. സങ്കേതമായ ഒരു ദൈവത്തെ നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 61:3-4 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാർ ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനങ്ങൾ 61:3-4 വാക്യങ്ങൾ, അങ്ങ് എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, അങ്ങയുടെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. എത്ര പ്രത്യാശാ നിർഭരമായ വാക്കുകൾ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്താണ്? അങ്ങ് എനിക്കൊരു സങ്കേതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ഈ ലോകത്തിന്റെ ഓളങ്ങളും തിരമാലകളും ഒക്കെ ജീവിത പടകിൽ ആഞ്ഞടിക്കുമ്പോൾ, ആമേൻ, സങ്കേതമായ സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ഈ കർത്താവിന്റെ കരങ്ങളിൽ ഈ നല്ല പ്രഭാതത്തിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവെ, അവിടുന്ന് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന്റെ ദൈവമാണല്ലോ. അവിടുത്തെ കരത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ കർത്താവ് നമ്മെ നടത്തുന്ന ദൈവമാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രതികൂലങ്ങളിലും കൂടെയിരിക്കുന്ന കർത്താവാണ്. ലോകാവസാനത്തോളം കൂടെയിരിക്കാമെന്ന് വാക്ക് തന്ന നല്ല കർത്താവാണ്. ആ കർത്താവിന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാം. ദൈവമായ കർത്താവ് അതിനെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നല്ല പ്രഭാതത്തിൽ നമ്മെ തന്നെ മുറ്റുമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. സങ്കേതമായ ഒരു ദൈവമടികൾക്കുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവേ, ലോകത്തിലെ ആശ്രയ സ്ഥാനങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ ഒരു കാലത്ത് മാറിപ്പോകാത്തൊരു ആശ്രയ സ്ഥാനം കർത്താവിലടികൾക്കുള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആമേൻ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്ന് അവിടുന്ന് അടികൾക്ക് തന്നിരിക്കുന്ന ഉറപ്പിനായി നന്ദിയോടെ സ്തോത്രം. ആ കരത്തിലടികൾ മുറുകെ പിടിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ജീവിതത്തിന്റെ ഭാരങ്ങൾ, ജീവിതത്തിന്റെ നെടുവീർപ്പുകൾ, ജീവിതത്തിന്റെ ആകുലതകൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, കർത്താവെ, ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളിലൂടെ പ്രിയമക്കൾ കടന്നു പോകുന്നുവോ അവയ്ക്കൊക്കെയും എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ പരിഹാരമുള്ളതിനായിട്ട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ പുതിയ ദിവസം പ്രിയമക്കൾക്ക് എല്ലാ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല ദിവസമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങളെ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.